رسول الله رسول الله. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين نبينا محمد وعلى آله وصحبه أجمعين. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകം തൗഫീഖ് ലഭിക്കുന്ന ആളുകൾക്ക് മാത്രം നേടാൻ കഴിയുന്ന ഒരു അറിവാണ് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവ് എന്നുള്ളത്. ഒരിക്കലും എല്ലാവർക്കും നേടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവ്. അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്നവർക്ക് മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആരിലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനിക്ക് ദീനിൽ അവഗാഹം നൽകും എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനുള്ള തൗഫീഖിനെ നാം അള്ളാഹുവിനോട് ചോദിക്കണം. ആ ദീന് നമ്മൾ പഠിച്ചാലേ നമുക്ക് പരലോകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാകാനും അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ ക്രമപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. ഇനി ദീന് പഠിച്ചാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പല നേട്ടങ്ങളും നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും കാണുവാൻ സാധിക്കും. അതിൽ ഒരു കാര്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി തരുമെന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് അന്വേഷിക്കുന്ന ഒരു മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടികളായ മലക്കുകൾ അവരെ തൃപ്തിപ്പെടും. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽമി റിദം ബിമാ യസ്നഅ. അഥവാ ഒരു താലിബുൽ ഇൽമ്, ഒരു അറിവ് അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ ചെയ്യുന്ന കാര്യത്തിലുള്ള ആ തൃപ്തി മൂലം അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കും. അഥവാ താലിബുൽ ഇൽമിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ചിറകുകളുടെ സംരക്ഷണമുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തേതായിട്ടുള്ള കാര്യം അലൈഹി വസല്ലമ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഹത്തൽ ഹീതാന ഫിൽ മാ. അറിവ് പഠിക്കുന്നവൻക്ക്, അതല്ലെങ്കിൽ ഒരു അറിവുള്ളവന്, അവനു വേണ്ടി ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും, വെള്ളത്തിൽ ആഴയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ പോലും അവനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, വഇന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദി കഫദ്ലിൽ ഖമരി അലാ സാഇരിൽ കവാകിബ്. ചന്ദ്രന് മറ്റുള്ള ഗ്രഹങ്ങളുടെ മേൽ, അതല്ലെങ്കിൽ മറ്റു നക്ഷത്രങ്ങളുടെ മേൽ എത്രത്തോളം പ്രഭയുണ്ടോ ആ നിലക്കാണ് ഒരു ആലിമായ, ഒരു അറിവുള്ള മനുഷ്യന് മറ്റുള്ള അടിമകളുടെ മേൽ എന്നാണ്. അത്രത്തോളം ഫദ്ല്, അത്രത്തോളം പ്രഭ ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സാധാരണക്കാരായ ആളുകളുടെ മേലുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അഞ്ചാമത്തേതായിട്ടുള്ള കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവ് നേടുന്നവൻ്റെ ദറജകൾ, പദവികൾ ഉയർത്തിക്കൊടുക്കും. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും.
നിങ്ങളിലുള്ള വിശ്വാസികളുടെ പദവികൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തിക്കൊടുക്കും. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അതോടൊപ്പം തന്നെ അറിവ് നേടിയവരുടെയും പദവികൾ ഉയർത്തിക്കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആറാമത്തെ കാര്യം, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നേടുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്താണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെക്കുറിച്ചുള്ള, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവ്. അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മാത്രവുമല്ല, മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസിൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും, 3 കാര്യങ്ങൾ ഒഴികെ. അതിൽ ഒന്നാമത്തേതായി പ്രവാചകൻ പറഞ്ഞത് സദഖത്തുൻ ജാരിയായ എന്നും നിലനിൽക്കുന്ന സദഖ. രണ്ടാമത്തത് ഔ ഇൽമുൻ യുംതഫഉ ബിഹി, അവന് ഉപകാരപ്പെടുന്ന അറിവ് എന്നാണ്. ഒരു അറിവ് നാം എത്രത്തോളം നേടുകയും അതിൻ്റെ ഉപകാരം മറ്റുള്ളവരിലേക്ക് എത്രത്തോളം എത്തിക്കുകയും ചെയ്തിട്ടുണ്ടോ ആ നിലക്ക് ആ തോതിനനുസരിച്ച് അതിൻ്റെ ഫضൽ നമുക്ക് നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എന്നാണ്. അഥവാ അറിവ് നേടുന്നതിന് അത്രമേൽ ശ്രേഷ്ഠതയുണ്ട്. അതിൻ്റെ ഫضൽ, അതിൻ്റെ പ്രതിഫലം എന്നും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഏഴാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അറിവുള്ളവനെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അവരാരാണ്? അറിവുള്ള അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാൻ, അറിയാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതിലൂടെ നമ്മുടെ സൽക്കർമ്മങ്ങളെ കൂടുതൽ കുളിർമ സാധിക്കുമെന്നർത്ഥം. എട്ടാമത്തേതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, ഏത് കാലഘട്ടത്തിലും സത്യവും അസത്യവും തിരിച്ചറിയുവാൻ സാധിക്കുന്നവർ അത് അറിവ് നേടിയവരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, നീ പറയുക അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം. ഒരിക്കലും സമമാവുകയില്ല. അറിവുള്ളവർക്ക് അതിൻ്റേതായ നേട്ടങ്ങൾ, അതിൻ്റേതായ തിരിച്ചറിവുകൾ, അതിൻ്റേതായ പല നിലക്കുമുള്ള ശ്രേഷ്ഠതകളും ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. 9ാമതായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതാണ്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആരെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവനിക്ക് ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിജ്ഞാനം നൽകും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ, അല്ലാഹു നമുക്ക് ദീന് പഠിക്കാനുള്ള തൗഫീഖ് നൽകുന്നുണ്ടെങ്കിൽ, തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു നമ്മിൽ എന്നാണ് ഈ ഹദീസുകളിലൂടെ, എന്നാണ് ഈ പ്രമാണങ്ങളിലൂടെ. 10ാമത്തെ കാര്യം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും, മൻ ജാഅ മസ്ജിദി ഹാദാ ഇല്ലാ ലിഖൈരിൻ യതഅല്ലമുഹു ഔ യുഅല്ലിമുഹു ഫഹുവ ബിമൻസിലത്തിൽ മുജാഹിദി ഫീ സബീലില്ലാ, എൻ്റെ ഈ ഭവനത്തിലേക്ക് അഥവാ മസ്ജിദുൻ നബവിയിലേക്ക് ആര് ദീന് പഠിക്കാനോ പഠിപ്പിക്കുവാനോ വേണ്ടി വരുന്നുണ്ടോ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ്റെ സ്ഥാനത്താണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള, അവൻ്റെ പ്രവാചകനെക്കുറിച്ചുള്ള, അവൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവ് നേടുക, അതനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവർക്കും അത് എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹ്